ഹായ് എസ് എൽ ടോക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പുരുഷന്മാരെ കുറിച്ചുള്ള കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ്. കുറേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും പറയാത്തൊരു 4-5 പോയിന്റ്സ് ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കാം, പക്ഷേ കുറേ പേർക്ക് അറിയാത്ത അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. സോ എന്തൊക്കെയാണ് പുരുഷന്മാരുടെ അധികമാർക്കും അറിയാത്ത സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് അവരുടെ ഭാവനകൾ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അതായത് അവരൊരിക്കലും അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരവരുടെ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറാവുന്ന ആളുകളാണ്. പുരുഷന്മാർ അങ്ങനെയല്ല. അവരിപ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ കുറച്ച് പ്രയാസമാണ്, അത് മാറ്റില്ല. സോ അപ്പൊ ഇത്തരത്തില് അവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ഭാവനകൾ മാറ്റാനായിട്ട് പ്രയാസമുള്ള ഒരു തരം കാറ്റഗറിയിലുള്ള ആളുകളാണ് പുരുഷന്മാരെന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഭാവനകൾ മാറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ സാധാരണയുള്ള കാഴ്ചപ്പാടിനും വിശ്വാസങ്ങളിലും മാറ്റം വരുത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന്മാർ എപ്പോഴും സംഘർഷം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് റിലേഷൻഷിപ്പിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ പിടിച്ചിങ്ങനെ തൂങ്ങുന്നുണ്ടാവും. അതായത് ആ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീകൾ ആ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷെ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അവർ ആ സംഭവം കഴിഞ്ഞതോടുകൂടി ആ ഒരു കാര്യം തന്നെ വിടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വീട്ടിൽ അവരവരുടെ ഭാര്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നമായിട്ട് ഓഫീസിലേക്ക് പോയെന്ന് വിചാരിക്കുക. അവർ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓഫീസ് വർക്കുമായിട്ട് അങ്ങനെ ഫുൾ അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവർ വീട്ടിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊന്നും ആലോചിക്കില്ല. അവരെന്താണോ ചെയ്യുന്നത് ആ കാര്യവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഭാര്യ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ ഭർത്താവ് തിരിച്ചു വരുന്നത് വരെ ഈ കാര്യത്തെക്കുറിച്ച് കുറെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഭർത്താവ് വരുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടി അങ്ങ് എടുത്ത് കൊട്ടും. അതായത് ബാക്കിയുള്ള ദേഷ്യവും കാണിക്കും, പറയാനുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന്മാർ എപ്പോഴും സംഘർഷങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് അവരുടെ അഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അതായത് സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു അഭിമാനത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകളാണ് പുരുഷന്മാർ. സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ അവരെക്കാൾ ഒരുപടി മുകളിലാണ് പുരുഷന്മാർ ഈ ഒരു അഭിമാനത്തെ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും സമൂഹത്തിൽ തനിക്കൊരു നിലയും വിലയും ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് മിക്ക പുരുഷന്മാരും. അപ്പൊ നമ്മൾ സ്ത്രീകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരിൽ ചിലരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ ആൾക്കാർ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നെ അവരല്ലല്ലോ നോക്കുന്നത് എന്ന് പറയുന്ന കുറെ പേരുണ്ട്. ചിലർ അങ്ങനെ ഉണ്ടായിരിക്കാം, റെയർ ആയിട്ടുള്ള കുറച്ച് പേര് അങ്ങനെയുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും, കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ തനിക്കൊരു നിലയും വിലയും വേണം, സമൂഹത്തിൽ തനിക്ക് ഒരു അഭിമാനം ഉണ്ടായിരിക്കണം, അതായത് തന്റെ അഭിമാനത്തിന് കോട്ടമൊന്നും എവിടെയും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പുരുഷന്മാരെന്ന് പറയുന്നത്. സോ അവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ചെയ്യാനായിട്ട് അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുരുഷന്മാര് അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊന്നും പുറത്ത് പറയാറില്ല. അത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇവര് തനിക്കുള്ള പ്രശ്നങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ അങ്ങനെയല്ല. ഇപ്പൊ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തായാലും പുറത്തുവിട്ട് ആരോടെങ്കിലും പറയുന്നുള്ളത് സ്ത്രീകളുടെ സാധാരണയുള്ള പൊതു സ്വഭാവമാണ്. പക്ഷെ പുരുഷന്മാർ നേരെ തിരിച്ചാണ്. തനിക്കോ തന്റെ കുടുംബത്തിനോ ഒക്കെയുള്ള അഭിമാനം നഷ്ടമാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് ഒരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഇപ്പോഴും ഒരു പിന്തുണ ആവശ്യമാണ് എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇപ്പോഴും ഒരു കൈത്താങ്ങിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇവരുടെ ഇപ്പൊ ഒരു പയ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ അമ്മയുടെ സഹായം വളരെയധികം ആവശ്യമാണ്. ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ ഭാര്യയുടെ സപ്പോർട്ട് ഇവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇവർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മൾ പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പൊ ഒരാളുടെ ഭാര്യ മരിച്ചു എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ വേറൊരു വിവാഹം കഴിക്കുന്നുള്ളത്. കാരണം അയാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറയുന്നത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ്, അതൊരിക്കലും അവരുടെ മിസ്റ്റേക്ക് അല്ല, പൊതുവെ പുരുഷന്മാർ അങ്ങനെയാണ് എന്നുള്ളതാണ്. അവർക്ക് അവരുടെ സൈക്കോളജി അനുസരിച്ച് അവർക്ക് അങ്ങനെയാണ്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ അവർക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. പക്ഷേ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. അവർ എത്ര കാലം വേണമെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷേ പുരുഷന്മാർ എപ്പോഴും പിന്തുണ ആവശ്യമുള്ള, അതായത് ആരുടെയും പിന്തുണ ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത ആളുകളാണ്. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് പുരുഷന്മാർ എപ്പോഴും അവരുടെ വ്യക്തിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ ഉത്തരവാദിത്വ ബോധം, അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നേതൃത്വം വഹിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളുകളാണ് ഇവര്. ഇവർക്ക് ഇപ്പൊ നമ്മൾ ഇവരെ ഇങ്ങനെ
സ്വാതന്ത്ര്യമില്ലാതെ ഇരുത്താന്ന് വിചാരിക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന്റെ നെക്സ്റ്റ് സെക്കൻഡ് അവർ റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകാനായിട്ടേ ശ്രമിക്കുകയുള്ളൂ. ഇത് സ്ത്രീകളൊക്കെ കുറച്ചധികം അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവും. പക്ഷേ പുരുഷന്മാർ അങ്ങനെയല്ല, അവർക്ക് ഈ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഉത്തരവാദിത്വ ബോധം ഇവർക്ക് ഉണ്ടായിരിക്കുന്നുള്ളത്. ഒരു ഏജ് കഴിഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഉത്തരവാദിത്വ ബോധം വളരെ കൂടുതലായിരിക്കും. അതായത് അവരുടെ ഫാമിലി നോക്കണം, ഇല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അത് ഉത്തരവാദിത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണ് മിക്ക പുരുഷന്മാരും. ഇതിൽ പെടാത്ത പുരുഷന്മാരുണ്ട് കേട്ടോ. അതായത് ചിലര് ഈ പറയുന്ന പോലെ ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവരും ഉണ്ട്, റെയറായിട്ട് കുറച്ച് പേര്. പക്ഷെ ബാക്കിയുള്ളവർ ഏകദേശം എല്ലാവരും ഈ പറയുന്ന രീതിയിൽ തന്നെ ഉള്ളവരാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏതൊരു കാര്യം വരുമ്പോഴും താൻ അതിന് നേതൃത്വം വഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് മിക്ക പുരുഷന്മാരെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അവരെ വ്യക്തിത്വത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണ പുരുഷന്മാരിൽ കാണാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും പോയിന്റ്സ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 4-5 പോയിന്റ്സ് തന്നെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചില സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല പുരുഷന്മാരുടെ സ്വഭാവങ്ങൾ കാണുന്ന സമയത്ത് അതിനെ കുറ്റപ്പെടുത്താറുണ്ട്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ച് കുറ്റപ്പെടുത്താറുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ മിക്ക പുരുഷന്മാരിലും ഒരേപോലെ തന്നെയാണ്. അതായത് എല്ലാ പുരുഷന്മാരുടെയും ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ടായിരിക്കും, അത് ഏകദേശം ഒരേപോലെ ആയിരിക്കും. പിന്നീടുള്ള അവരുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും ബാക്കിയുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബേസിക് ക്യാരക്ടർ എപ്പോഴും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെയാണ് ഒട്ടുമിക്ക പുരുഷന്മാരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറുക. അതല്ലാതെ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ കുറ്റം കണ്ടെത്താതിരിക്കുക. നമ്മൾ സ്ത്രീകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് പുരുഷന്മാർക്ക് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.